എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ പറയുകയാ, 4 ഗുണങ്ങളാണ് അവർക്കുള്ളത്. സ്വർഗത്തിന്റെ അവകാശി എന്ന് അല്ലാഹു വ്യക്തമാക്കി പറഞ്ഞ അവർക്ക് അല്ലാഹുവേ 4 നല്ല ഗുണങ്ങളാണ് അവരുടെ ജീവിതത്തിലുള്ളത്. അതിലെ ഒന്നാമത്തെ ഗുണമെന്തെന്നറിയോ? ഈ പറയുന്ന സ്വഭാവം ആർക്കാവുള്ളത്? ഈ സദസ്സിലിരിക്കുന്ന ആർക്കാണ് ഈ പറയുന്ന സ്വഭാവമുള്ളത്? അവര് രക്ഷപ്പെട്ടടോ, അവർ അല്ലാഹുവിന്റെ സ്വർഗത്തിന്റെ അവകാശിയാണെന്ന് വിശുദ്ധമായ ഖുർആൻ പറയുമ്പോ അതിലെ ഒന്നാമത്തെ അടയാളം എന്തെന്നറിയോ? ആ അടിമയ്ക്കുള്ള ഒന്നാമത്തെ സ്വഭാവം എന്തെന്നറിയുമോ? അല്ലദീന ഇദാ അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ എവിടെന്ന് പറയുകയാണ്, ആ അടിമകൾക്കുള്ള ഒന്നാമത്തെ ഗുണം എന്തെന്നറിയോ? എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അവർക്ക് അല്ലാഹനെ വല്ലാത്ത പേടിയാ, അവർക്ക് അല്ലാഹനെ വല്ലാത്ത പേടിയാണ്. അല്ലാഹെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് വല്ലാത്ത ഭയമാണ്. ഒരു മുഅ്മിനിന്റെ അടയാളം അതാണല്ലോ, ഒരു യഥാർത്ഥ സത്യവിശ്വാസിയുടെ അടയാളം ഖുർആൻ പറയുന്നതാ. അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ പറയുകയാ, ഇന്നമൽ മുഅ്മിനൂന അല്ലദീന ഇദാ ദുകിറല്ലാഹു വജിലത് ഖുലൂബുഹും വഇദാ തുലിയത് അലൈഹിം ആയാതുഹു സാദതുഹും ഈമാനാ വഅലാ റബ്ബിഹിം യതവക്കലൂൻ. അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ പറയുകയാണ്, ആരാണ് മുഅ്മിനെന്നറിയോ? ആ മുഅ്മിനിന്റെ മുമ്പിൽ അല്ലാഹനെ കുറിച്ച് പറയപ്പെട്ടാൽ, അല്ലാഹുവിന്റെ ദൃഷ്ടാന്തങ്ങളെ കുറിച്ച് പറയപ്പെട്ടാൽ, അല്ലാഹയെ കുറിച്ച് പറയപ്പെട്ടാൽ, വജിലത്തു ഖുലൂബുഹും, അവന്റെ ഹൃദയങ്ങൾ പിടയ്ക്കുകയാണ്, അവന്റെ കൈകാലുകൾ വിറയ്ക്കുകയാണ്, അവന്റെ കണ്ടതങ്ങൾ നിറഞ്ഞ് കണ്ണുനീര് ഒഴുകുകയാണ്. ജീവിതത്തിൽ ചെയ്തു പോയ പാപങ്ങൾ മുഴുവനും പടച്ച റബ്ബിന്റെ ദർബാറിലേക്ക് ഇരു കരങ്ങൾ ഉയർത്തി പൊട്ടിക്കരഞ്ഞുകൊണ്ട് തൗബ ചെയ്തുകൊണ്ട് അവന് പശ്ചാത്തപിച്ച് മടങ്ങുമെന്ന് ഖുർആൻ പറയുമ്പോ, എന്റെ പ്രിയപ്പെട്ടവരെ, ഈ വഅദ് കേൾക്കാമെന്ന് നമ്മളുണ്ടല്ലോ, നമ്മുടെ മുന്നിൽ ഒരു പ്രാവശ്യമല്ല 1 കോടി പ്രാവശ്യം അല്ലാ 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 എന്ന് പറഞ്ഞാൽ ആർക്കാടോ ഭയമുള്ളത്? ആരുടെ ഹൃദയമാണ് പിടയ്ക്കുന്നത്? ആരുടെ കൈകാലുകളാണ് വിറയ്ക്കുന്നത്? ആരുടെ കണ്ടടങ്ങളാണ് നിറഞ്ഞൊഴുകുന്നത്? അല്ലാഹുവിന്റെ ദൃഷ്ടാന്തങ്ങളെ കുറിച്ച് പറഞ്ഞാൽ, മരണത്തിന്റെ അടയാളം പറഞ്ഞപ്പോ പോലും ചിരിയല്ലേ വാപ്പാ? മുടി നിറച്ച പെങ്ങളെ, മരണത്തിന്റെ അടയാളം പറഞ്ഞപ്പോഴും നിനക്ക് കോമഡിയായിട്ടല്ലേ തോന്നിയത്? പടച്ചവനെ, ഭയമില്ല. മരണമാണെങ്കിലും ഖബറാണെങ്കിലും നരകമാണെങ്കിലും പരലോകമാണെങ്കിലും ആർക്കാടോ ഭയമുള്ളത്? ഖബറ് കുടിക്കുന്നവന് പോലും പേടിയില്ലല്ലോ. ഇവിടത്തെ പള്ളിയിൽ ഖബറ് കുടിക്കുന്നവനെ നോക്കടോ സഹോദരാ, മുണ്ടുമടക്കി കുറ്റി വീടിയും വലിച്ച തമാശ പറഞ്ഞുകൊണ്ടാണ് ആ മനുഷ്യനും ഖബറ് കുടിക്കുന്നത്. അവനും പേടിയില്ല, ഖബറ് കുടിക്കുന്നവനും പേടിയില്ല, ഖബറടക്കുന്നവനും പേടിയില്ല, മയ്യത്ത് കുളിപ്പിക്കുന്നവനും പേടിയില്ല, മയ്യത്ത് ഖബറടക്കുന്നവനും ഭയമില്ല. എന്റെ പ്രിയപ്പെട്ടവരെ, ആർക്കും ഒരു ഭയമില്ലല്ലോ, ഒരു ചിന്തയുമില്ലല്ലോ. ചെറുപ്പക്കാര് തമാശ പറയുന്നത് പള്ളിപ്പറമ്പിലാ, നമ്മൾ തമാശ പറയുന്നത് പള്ളിപ്പറമ്പില. ഒരു ഭയമില്ല സഹോദരാ, ഖബറാണെന്നുള്ള ബോധം എനിക്കും നിങ്ങൾക്കുമില്ലല്ലോ. നമ്മൾ തമാശ പറയുന്നത് ഖബറിന്റെ ചാരത്ത് നിന്നാ. നിനക്കറിയാനട്ടാ ചെറുപ്പക്കാരാ, ഖബറ് കുടിക്കുന്നവന് നീ കുടിക്കുന്നത് എന്താണെന്ന് നിനക്കറിയാനട്ടാ. ആ ഖബറിന്റെ സ്വഭാവം നിനക്കറിയാനട്ടാ. മഹാനായ ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞതെന്തെന്നറിയോ? ലൗലം യഅലമു മാ യഅതീഹി ബഅദൽ മൗത്ത് മാ അകില അകിലാ വലാ ശരിബ സുറുബാ ഇല്ലാ വഹുവ യബ്ഖീ വയദ്രിബു അലാ സദ്രീ. ആ ഖബറിനകത്ത് കിടക്കുന്ന മനുഷ്യന്റെ അവസ്ഥയെ കുറിച്ചെങ്ങാനും നീ അറിഞ്ഞിരുന്നെങ്കിൽ, ചിരിക്കുന്നത് പോയിട്ട്, കളിക്കുന്നത് പോയിട്ട്, രാഷ്ട്രീയം പറയുന്നത് പോയിട്ട്, കടിക്കാൻ ഭക്ഷണം എടുത്താൽ, കുടിക്കാൻ വെള്ളം
വെള്ളമെടുത്താൽ നെഞ്ചത്തടിച്ച് പിടിച്ചു പോവാതെ നിനക്കത് കടിക്കാൻ കഴിയില്ലെന്ന് നബി തങ്ങൾ പെടുന്ന ഓർമ്മപ്പെടുത്തുമ്പോ എന്റെ പ്രിയപ്പെട്ടവരെ, അള്ളാഹുവിനെ കുറിച്ചുള്ള ഭയം നഷ്ടപ്പെട്ടു പോയല്ലോ. അള്ളാനെ പേടിയില്ലടോ. ആർക്കാ അള്ളാനെ പേടിയുള്ളത്? ആ പേടിയുണ്ടായിരുന്നെങ്കിൽ പടച്ചവനെ പള്ളിയുടെ മിനാരത്തിൽ നിന്ന് ഹയ്യ അലൽ സ്വലാ ഹയ്യ അലൽ ഫലാ അല്ലാഹുവിന്റെ പള്ളിയുടെ മിനാരത്തിൽ നിന്ന് ബാങ്ക് വിളിക്കുമ്പോ അത് കേൾക്കാത്തവനെ പോലെ നമ്മൾ നടക്കുമായിരുന്നു. അഹങ്കാരികളെ പോലെ, ധിക്കാരികളെ പോലെ, തോന്നിവാസികളെ പോലെ ഇഷ്ടമുള്ളത് ചെയ്തുകൊണ്ട് ഞാനും നിങ്ങളും ഇങ്ങനെ ജീവിക്കില്ലായിരുന്നു. പടച്ചവനെ ഭയമില്ലടോ. അതാ ഇന്നത്തെ മുസ്ലിമിന്റെ അവസ്ഥ എന്തെന്നറിയോ? പടച്ചവനെ പണ്ടുള്ളവർക്ക് കള്ളു കുടിക്കാ പേടിയാ, ഒരു വീടി വലിക്കുന്നത് പോലും ഭയമാണ്. പണ്ടത്തെ ആൾക്കാർക്ക്, പണ്ടത്തെ മുസ്ലിമീങ്ങൾക്ക് വീടി വലിക്കാൻ പോലും പേടിയാ. അത് വലിയ പാപമായിട്ടാണ് അവര് കണ്ടിരുന്നത്, വലിയ പാപമായിട്ടാണ് അവര് കണ്ടിരുന്നത്. അത് പണ്ടായിരുന്നടോ. ഇന്ന് ഭയമില്ലടോ. ഇന്ന് മുസ്ലിമിന് ഭയമില്ലടോ. അല്ലാഹുവിനെ കുറിച്ചുള്ള ബോധമില്ലടോ. തെറ്റ് ചെയ്യാൻ ഇന്നൊരുത്തനും പേടിയില്ല. ആ പേടി നഷ്ടപ്പെട്ടു പോയല്ലോ. നന്മയും ചെയ്യും, തിന്മയും ചെയ്യും, കള്ളം കുടിക്കും, വ്യഭിചരിക്കും, ഒരു ഭയവുമില്ലാത്ത രീതിയിൽ ഇന്നത്തെ മുസ്ലിം നടക്കുകയാ. അല്ലാഹുവേ, ഞങ്ങൾക്ക് നീ ഈമാൻ നൽകണേ അല്ലാ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പണ്ട് വീടി വലിക്കാൻ തന്നെ പേടിയാ. പണ്ട് എന്തെങ്കിലുമൊക്കെ ഒന്ന് വീടി വലിക്കാനോ, എന്തെങ്കിലുമൊക്കെ സിഗരറ്റ് വലിക്കാനോ, ഇത്തിരി ശമ്പു വെക്കാനോ പേടിയായിരുന്നു. ഇന്ന് അതൊക്കെ മാറി സഹോദര. ഇന്നൊക്കെ കള്ളും കഞ്ചാവും അടിക്കണ കാലം. അള്ളാഹു നമ്മളെ കാക്കുമാറാകട്ടെ. അള്ളാഹു നമ്മളെ കാക്കുമാറാകട്ടെ. മുസ്ലിമിന് ഇന്ന് പാപം ചെയ്യാൻ പേടിയുണ്ടോ? ഇല്ല. ഞാൻ തെളിവ് സഹിതം പറയാം. ഇന്ന് മുസ്ലിമിന് പാപം ചെയ്യാൻ ഒരു പേടിയില്ലടോ. ഇവിടെ ഈ പയ്യന്റെ മുമ്പിൽ പ്രായമുള്ളവരിയ്ക്കുന്നല്ലോ, പ്രായമുള്ള വാപ്പമാരിയ്ക്കുന്നല്ലോ. അള്ളാഹു നിങ്ങൾക്ക് ആഫിയത്തുള്ള ദീർഘായുസ്സ് നൽകുമാറാകട്ടെ. പാപ്പ, നിനക്ക് വേണ്ടിയാ ഞാൻ ദുആ ചെയ്തത്. അള്ളാഹു ആഫിയത്തുള്ള ദീർഘായുസ്സ് നൽകുമാറാകട്ടെ. ഒരു 20 കൊല്ലം മുമ്പ്, ഒരു 15 വർഷം മുമ്പ് അള്ളാഹുവിന്റെ പള്ളിയിൽ നിസ്കരിക്കാൻ വരുന്ന ഏതെങ്കിലും ഒരു മനുഷ്യൻ കള്ളു കുടിക്കുവോ? നിങ്ങൾ പറ, കുടിക്കുവോ? പറ മനുഷ്യന്മാരെ, കുടിക്കുവോ? പള്ളിയിൽ നിസ്കരിക്കാൻ വരുന്ന ഏതെങ്കിലും ഒരുത്തൻ കള്ളു കുടിക്കുവോ? കള്ളു കുടിക്കുന്ന ഏതെങ്കിലും ഒരുത്തൻ പള്ളി വരുവോ? ഇല്ല. കള്ളു കുടിക്കുന്ന ഒരാള് പള്ളിയിൽ വരില്ല. പള്ളിയിൽ വരുന്ന ഒരുത്തൻ കള്ളു കുടിക്കില്ല. വ്യഭിചരിക്കുന്ന ഒരുത്തനും നിസ്കരിക്കാൻ പള്ളിയിൽ വരില്ല. നിസ്കരിക്കാൻ വരുന്നവൻ വ്യഭിചരിക്കൂല. പലിശ കച്ചവടം നടത്തുന്ന ഒരുത്തൻ നിസ്കരിക്കാൻ പള്ളിയിൽ വരില്ല. പള്ളിയിൽ വരുന്നവൻ പലിശ കച്ചവടം നടത്തില്ല. ഇത് പണ്ട്. എന്നാ നാളെ വെള്ളിയാഴ്ച പള്ളിയിൽ പോയി നോക്ക്. ഇപ്പോ കള്ളു കുടിക്കുകയും ചെയ്യും, നിസ്കരിക്കാൻ പള്ളിയിൽ വരികയും ചെയ്യും. അള്ളാഹു ഈമാൻ തരുമാറാകട്ടെ. ഇപ്പൊ വരുവോ? ഇപ്പൊ വരുവോ? നിങ്ങൾ എന്താ പറ? ഉള്ളത് പറ. വരുവോ? കള്ളു കുടിക്കുന്നവൻ നിസ്കരിക്കാൻ പള്ളി വരുവോ? ഇപ്പൊ വരും. കള്ളു കുടിക്കുന്നവൻ നിസ്കരിക്കാൻ പള്ളി വരും. അവൻ നിസ്കരിക്കുകയും ചെയ്യും, കള്ളു കുടിക്കുകയും ചെയ്യും. വ്യഭിചരിച്ച് നടക്കുന്നവൻ കമ്മിറ്റി ഓഫീസിൽ കയറിയിരിക്കും പള്ളി പരിപാലിക്കാൻ. അള്ളാഹു കാക്കുമാറാകട്ടെ. ഉറക്കപ്പറ, അല്ലാഹു കാക്കുമാറാകട്ടെ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പലിശ കച്ചവടക്കാരന്റെ അവസ്ഥ എന്തെന്നറിയോ? പള്ളിയിലെ ഖതീബ് ദുആ ചെയ്യും നിസ്കാരം കഴിഞ്ഞിട്ട്. പള്ളിയിലെ ഉസ്താദന്മാര് നിസ്കാരം കഴിഞ്ഞിട്ട് ദുആ ചെയ്യും. ഉസ്താദിന് തന്നെ തോന്നാറുണ്ട്, ഞാൻ ആർക്കു വേണ്ടി അള്ളാഹ് ഇത് ചെയ്യണേന്ന്. കാരണം ആമീനിന്റെ ശബ്ദം കേൾക്കാറേയില്ല. അള്ളാഹു ഈമാൻ തരുമാറാകട്ടെ. ശബ്ദം വെക്കുക ജനറൽ ബോഡിയിലും പൊതുയോഗത്തിലൊക്കെ വരണം, നാവുണ്ടോന്ന് അറിയണമെങ്കിൽ. ഉസ്താദ് ദുആ ചെയ്യുമ്പോ ഉസ്താദിന് തന്നെ തോന്നുക, അല്ലാഹ് ഇത് ആർക്കാ ചെയ്യണേ? ഞാന് പഠിച്ചിറങ്ങിയതിനു ശേഷം ഒരു പള്ളിയിൽ ജോലി ചെയ്യുമ്പോ എന്നെ ഒരു അനുഭവം പറയാം. എന്നെ ഒരു മരിച്ച വീട്ടിൽ വിളിച്ചുകൊണ്ട് പോയി. 3 7 കണ്ടായിരുന്നു. അങ്ങനെ മരണ വീട്ടിൽ ഞാൻ ചെന്ന് ഒരു യാസീൻ ഓതി ദുആ ചെയ്തു. യാസീനൊക്കെ ഓതി. യാസീൻ ഓതിയിട്ട് ദുആ ചെയ്യാൻ സമയമായപ്പോ കുടുംബക്കാർ മുഴുവൻ ഇങ്ങനെ നടക്കുക. ഞാനും പോയ ഉസ്താദും മാത്രം റൂമിനകത്തിരിക്കുന്നു. അപ്പൊ എന്റെ കൂടെ വന്ന ഉസ്താദ് വിളിച്ചു, കാക്ക ദുആ ചെയ്യാൻ പോവാ. ദുആ ചെയ്ത ഉസ്താദ്, ദുആ ചെയ്ത ഉസ്താദ്. 3 വട്ടം വിളിച്ചിട്ട് ഇവരാരും വരുന്നില്ല. ഞാൻ ഇങ്ങനെ ഇരിക്കുക. അവസാനം പിന്നെ ഞാൻ ദുആ ചെയ്യാൻ തുടങ്ങി. ഞാൻ ദുആ ചെയ്യുന്ന സമയത്ത് പറഞ്ഞു, അല്ലാഹ് ഈ ഓതിയ യാസീനിന്റെ പ്രതിഫലം എന്റെ വാപ്പാടെ ഖബറിലേക്ക് കൊടുത്തേക്കണേ അല്ലാഹ്. കാരണം അവർക്കാർക്കും വേണ്ട, അവരിങ്ങനെ നടക്കുക. അപ്പൊ എന്റെ കൂടെ ഇരുന്ന ഉസ്താദ് എന്നെ തോണ്ടി. ഞാൻ പറഞ്ഞു, ഈ മനുഷ്യന്റെ വീട്ടിൽ ആരെങ്കിലും മരിച്ചിട്ടുണ്ടെങ്കിൽ അവിടെയും കൊടുത്തേക്കണേ അല്ലാഹ്. ഇതാ ദുആ. ഇന്നത്തെ അവസ്ഥ എന്ന് പറഞ്ഞാൽ പള്ളിയിലെ ഉസ്താദ് ദുആ ചെയ്യുമ്പോ ആമീൻ കേൾക്കാറില്ല. സദ്യ ഉണ്ണാനിരിക്കണ പോലെ ഇലയിട്ടിരിക്കെല്ലാം. പടച്ചവൻ അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഒരു ദിവസം ഒരു ആമീൻ കേൾക്കുന്നു.
ഖത്തീബിന് വലിയ സന്തോഷം. പടച്ചനെ, നല്ല വെള്ളമില്ലാത്ത സമയത്ത് മഴ പെയ്യണത് പോലെ ആരാ അല്ലാഹ് ഈ പള്ളിക്കകത്തിരുന്ന് ആമീൻ പറയണേ. നോക്കുമ്പോ ഒരു സഹോദരൻ 2 കൈയും ഉയർത്തിപ്പിടിച്ചിട്ട് 1-ാമത്തെ സഫിലിരുന്ന് ആമീൻ. ഉസ്താദിന് ഉഷാറായി. ഉസ്താദിന്റെ ദുആ കൂടി, അല്ലാഹുവേ നീ നല്ല മരണം തരണേ അല്ലാഹ്, ഈ ചെറുപ്പക്കാരെ